ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വണ്ടി നിർത്തേണ്ടത്? വെൽക്കം ടു ഡേ 10 ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ മോട്ടോർ സൈക്കിൾ. എന്താണ് എഞ്ചിൻ ബ്രേക്കിംഗ്? ആദ്യം എഞ്ചിൻ ബ്രേക്കിംഗ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. എഞ്ചിൻ ബ്രേക്കിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് ത്രോട്ടിൽ കട്ട് ചെയ്യുക. നമ്മൾ ത്രോട്ടിൽ കട്ട് ചെയ്യുമ്പോൾ എന്തുവാണ് അവിടെ സംഭവിക്കുന്നത്? എഞ്ചിനുള്ളിൽ ഇതുപോലൊരു വസ്തു ഉണ്ട്. ഇതാണ് ത്രോട്ടിൽ വാൽവ്. നമ്മൾ ത്രോട്ടിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ത്രോട്ടിൽ വാൽവ് കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ് ആവും. അപ്പോൾ എഞ്ചിനുള്ളിലേക്ക് എയർ കടക്കുന്നതും നിൽക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിസ്റ്റൺ സ്ലോ ഡൗൺ ചെയ്യും. ഇതിനെയാണ് എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിൽ പലരും എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഗിയറിനെ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ്. അതിനെ ഒരിക്കലും എഞ്ചിൻ ബ്രേക്കിംഗ് എന്നല്ല പറയുന്നത്, അതിനെ ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ അത് ചിലപ്പോൾ ഗിയർ ബോക്സ് വരെ ഡാമേജ് ആക്കാം, അല്ലെങ്കിൽ അതൊരു ആക്സിഡന്റിൽ തന്നെ കലാശിക്കാം. നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡിൽ എമർജൻസി സിറ്റുവേഷനിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ എഞ്ചിൻ ബ്രേക്കിംഗ് എന്നല്ല പറയുന്നത്, എഞ്ചിൻ ബ്രേക്കിംഗ് എന്നാണ് പറയുന്നത്. രണ്ടിന്റെ സ്പെല്ലിംഗ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എഞ്ചിൻ ബ്രേക്കിംഗ് ആണ്. ത്രോട്ടിൽ റിലീസ് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബ്രേക്കിംഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ ഗൈസ്, റൈഡ് സേഫ്.